അവിശ്വാസം പരിഹരിക്കണമേ. നമ്മളൊരു വീട്ടിൽ ചെന്ന് വഴിയാത്രയിൽ വെള്ളം ചോദിക്കണമെന്ന് വിചാരിച്ചോ? അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വെള്ളം ചോദിക്കുമ്പോൾ നമ്മൾ പാത്രം ചോദിക്കുന്നുണ്ടോ? വെള്ളത്തിന് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം തരാനാണ് പറയണത്, അതാ വെള്ളം തരാനാണ് പറയണത്? അത്ര പ്രശ്നം. നിങ്ങൾ വിശ്വാസം ചോദിക്കുമ്പോൾ നിങ്ങൾ ഇപ്സഫാത്തോ യു ആർ പ്രീസപ്പോസിങ് ദാറ്റ് ഇറ്റ് ഈസ് അത് ബ്രിങ് ചെയ്യണത്, നമുക്ക് തരണത് പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ചോദിക്കണത്. മനസ്സിലായ കാര്യം? വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വിശ്വാസം വർദ്ധിക്കണമെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണത് അതുകൊണ്ട് ഐസയ 1 വായിച്ചോളൂ. ഐസയ 11:2 പരിശുദ്ധാത്മാവ് ദാനം. ശ്രദ്ധിക്കട്ടെ. യേശയ്യ 11:2 ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. 1 Corinthians 12:8 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 Corinthians 12:8 ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. അപ്പോൾ അത് വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കേവല വിശ്വാസമൊന്നും പറഞ്ഞ സംഭവമില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നില്ലേ, അമേരിക്ക നിങ്ങൾ പോയിട്ടില്ല, പക്ഷെ അമേരിക്ക അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെയുള്ള ഒരു കേവല വിശ്വാസമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. മനസ്സിലായില്ലേ? വിശ്വാസം, മാനുഷിക വിശ്വാസമുണ്ട്. എന്തുമാത്രം വിശ്വാസം. നമ്മുടെ അമ്മയാണ് നമ്മൾ പറയണത്, നമ്മുടെ അപ്പൻ ഇങ്ങേരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതൊരു വിശ്വാസത്തെ നമ്മൾ അപ്പനായിട്ട് സ്വീകരിക്കുന്നു. ആ വിശ്വാസമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ മാനുഷിക വിശ്വാസമോ ഇൻഫറൻസോ ഒന്നുമല്ല, ഒരു സെക്കുലർ ഇൻഫറൻസ് ഒന്നുമല്ല ബൈബിൾ വിശ്വാസം. ബൈബിൾ വിശ്വാസം ബേസിക്കലി ഇറ്റ് ഇസ് എ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവിൻ്റെ വരമാണ്. ഒരു ഉടമ്പടി മേജറായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുന്നതാണ് ഉടമ്പടി. അതിന് അനപേക്ഷിതമായി അനുധാരികളാണ് അടിസ്ഥാന ആത്മീയ പ്രമാണങ്ങളായിട്ട് ഞാൻ നിങ്ങളെ ഇപ്പോഴും ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വിഷയം, അതായത് നമ്മൾ അറിയാം, ഇപ്പം ഞാൻ എന്താ ഈ ടോം ഫിലിപ്പിനോട് എന്നാ പറഞ്ഞത്? കുഞ്ഞ് മരിക്കത്തില്ല, നീ ഭാര്യയുടെ അടിവയറ്റിൽ കൊണ്ടുപോയിട്ട് ഇത് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് കുഞ്ഞിനെ ഈശോയ്ക്ക് ഉടമപ്പെടുത്താൻ പറഞ്ഞിരിക്കുകയാണ്. കുരിശ് വരക്കണേ എന്തിനാ? അതൊരു മുദ്രയാണ്. കുരിശിച്ച ഒരു സൈനാണ്, സീൽ. ഓഫീസിൽ നിന്നൊക്കെ ലെറ്റർ പാഡ് അടിക്കുമ്പോൾ അവർ സീലടിച്ചിരിക്കുകയില്ലേ, അതിനാണ് നമ്മൾ കുരിശ് വരയ്ക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യണത്? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൈയും കാലും കഴുകി ഫ്രഷായിട്ട് വന്നിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഉടമ്പടി തൈലം എടുത്തിട്ട് കുരിശ് വരക്കും. എന്തിനാണ് ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരക്കണത്? കുരിശ് വരക്കും നമ്മൾ അറിയണം. ഇതിനെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ പൂച്ച മാത്രം പോലെ എന്തെങ്കിലും കാണിച്ചിട്ട് വെക്കും. ഇങ്ങനെ അതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്കെങ്കിൽ കൾട്ടിക്കായിട്ട് ചെയ്ത് കളയും, ടെക്നിക്കലായിട്ട് ചെയ്ത് കളയും. ഉടമ്പടി തൈലം എടുത്ത് എന്നൊക്കെ പറഞ്ഞു ഉറക്കപ്പിച്ച് എന്തെങ്കിലും കാണിച്ച് കൂട്ടും. പിച്ചുമ്പയും പറഞ്ഞ പോലെ തന്നെ മറ്റൊരു പരിപാടി കാണിക്കും. അങ്ങനെ കാണിച്ചത് വർക്കൗട്ട് ചെയ്യത്തില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം. ആചാരത്തിന് അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ അനാചാരമായിട്ട് മാറും. അനാചാരമൊന്നും സാധനമില്ലേ, അത് അനാചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥം അറിയാതെ ആചാരം ചെയ്യുമ്പോഴാണ് അത് അനാചാരമായി മാറുന്നത്. അർത്ഥം അറിയുമ്പോഴാണ് അത് സദാചാരമായി മാറുന്നത്. ഇതൊരു സദാചാര ക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉടമ്പടി തൈലം എടുത്തിട്ട് നെറ്റിക്ക് കുരിശ് വരക്കും. തലയിൽ കുരിശ് വരച്ചാൽ പിന്നെ ഈ ഹോൾ ബോഡി, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വർക്കുകൾ, ആ ദിവസത്തെ മുഴുവൻ ഇടപാടുകളെല്ലാം ദൈവത്തിന് ഞാൻ മുദ്ര വെക്കുന്നു. കർത്താവിനെ ഞാൻ ഉടമപ്പെടുത്തുന്നു. എന്താ കാര്യം? ഇത് ഐ വിൽ അതായത് ഇപ്പോൾ 92-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വാക്യം, ഐ വിൽ അനോയിൻറ്റ് യു വിത്ത് എ പ്യൂറസ്റ്റ് ഓയിൽ. അതാണ് സംഭവം. അതിൻ്റെ ഉടമ്പടി ആ വാക്യം നിന്നാണ് ഉടമ്പടി തൈലം ഉണ്ടാകണത്. ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്നാണ്? ശുദ്ധമായ തൈലത്താൽ അനോയിൻറ്റ് ചെയ്യും. എന്തിനാണ് അങ്ങനെ അനോയിൻറ്റ് ചെയ്യണത്?
ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. ഇപ്പോൾ സങ്കീർത്തനം ഈ 92:10 ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ പറഞ്ഞേ ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്താൽ അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യും. എന്തിനാണ് അങ്ങനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ആചാരത്തിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, ഐ വിൽ ഗിവ് യു ദ വൈൽഡ് ഓർ സ്ട്രെങ്ത്. അതാണ് അത് ഇംഗ്ലീഷ് കിടക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ അനുഭവം ചെയ്യണത്? ഞാൻ നിനക്ക് കാട്ടുപോത്തിൻ്റെ ശക്തി നൽകും. മനസ്സിലായില്ലേ? ഞാൻ നിനക്ക് നമ്മുടെ ബലഹീനതമായൊരു കാലത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്യണത് ഇല്ലേ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ശക്തിയാണ് വേണ്ടത്. ഈ ശക്തി നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ഐ വിൽ ഗിവ് യു എന്നാണ്. നമുക്കറിയാമല്ലോ 8810 വാഗ്ദാനങ്ങളാണ് ദൈവത്തിലുള്ളത്. ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്ന ഒറ്റ സിംഗിൾ ആപ്പാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടി എല്ലാം വാഗ്ദാനങ്ങളാണ്. അതിലൊരു വാഗ്ദാനമാണ് ഐ വിൽ അനോയിൻറ്റ് യു വിത്ത് ദ പ്യുവറസ്റ്റ് ഓയിൽ. ഞാൻ നിന്നെ ശുദ്ധമായ തൈലത്തിൽ